ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, എന്തല്ല. അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര വ്ളോഗാണ്. യാത്ര ബാംഗ്ലൂരേക്കാണ്. പോകുമ്പം ബസ്സിൽ, വരുമ്പം കാറിലായിരിക്കും. ഓക്കെ, രാവിലെ വീട്ടിൽ പോയേക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് ബാക്കിൽ മതിൽ കിട്ടുമായിരുന്നു. അതൊന്നും നോക്കി ഞാൻ എൻ്റെ കോഴിയുള്ള കിച്ചൺ സൈഡിൽ പുറത്തേക്ക് ഇറക്കി. സാധാരണ വർക്ക് ഏരിയയിൽ തന്നെ ഇറക്കൽ, പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്കി. ചെറിയ കോഴിയാണ്ട് നമ്മളൊപ്പം തന്നെ വേണം, അല്ലെങ്കിൽ കാക്ക പൂച്ച ഇതെല്ലാം റാഞ്ചിക്കൊണ്ട് ഒന്ന് വെയിലും കൊള്ളിച്ചു ഒരു ഷാറിന് വേണ്ടിയിട്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പോകാനുള്ള ബാഗെല്ലാം സെറ്റാക്കൊണ്ട് ഞാൻ നേരെ റിഫാൻ്റെ വീട്ടിലേക്ക് പോയി. രാത്രി 9:50 കണ്ണൂർ പ്ലാസക്കുന്ന ബസ്. അങ്ങനെ ഗൈസ് നമുക്ക് പോകാനുള്ള സമയമായി. ഇതാണ് ടിക്കറ്റ്. പിന്നെ ഇത് ജുനൈദ്, നിങ്ങൾക്കറിയാലോ. അതുപോലെ ഞാൻ അവനോട് നേരത്തെ പറഞ്ഞു, ജുനൈദ് രാത്രി ബസ് ഒന്നിറക്കി തന്നെ കണ്ണൂർ. ആ ബസ്സാണത് അശോകൻ്റെ AC സ്ലീപ്പർ എടുത്തത്. അതുപോലെ ആകെ 2 ബാഗേ ഉണ്ടായിട്ടുള്ളൂ. അത് നേരെ ഡിക്കിലും കയറ്റി. അതാകുമ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് യാത്രയും ചെയ്യാം. അങ്ങനെ പെട്ടി അടിയിൽ കയറ്റി നമ്മൾ നേരെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ബസ്സിനകത്ത് കയറി. ഈ കാണുന്നതാണ് നമ്മളെ സീറ്റ്. അങ്ങനെ കയറി വണ്ടി വിട്ട് രാവിലെ ബാംഗ്ലൂർ എത്തി. ഇപ്പോൾ 5:07. ഇത് കലാശ്പാളയം മെട്രോ സ്റ്റേഷനാണ്. നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് നാഗസാന്ദ്രയിലേക്ക് വേണ്ടത്. നോക്കുമ്പോൾ 5:30 മെട്രോ സ്റ്റേഷൻ ഓപ്പൺ ആക്കുള്ളൂ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ചന്ദ്രനെ നോക്കിയിട്ട് അവിടെ നിന്ന് 5:30 വരെ. അങ്ങനെ ടൈം ഓൾമോസ്റ്റ് 5:30 ആയി. മെട്രോ സ്റ്റേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയി. ശേഷം നമ്മൾ പ്ലാറ്റ്ഫോമിലേക്കും പോയി. പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മൾ ട്രെയിൻ വരാം. പിന്നെ പ്ലാറ്റ്ഫോമിലാകെ 10-12 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ ട്രെയിനും എത്തി. പിന്നെ ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് മെട്രോയിലേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. അങ്ങനെ ഗൈസ് ഇതായിരുന്നു ബാംഗ്ലൂർ മെട്രോ എന്ന് പുറമേ കാണുന്ന കാഴ്ചകൾ. ബാംഗ്ലൂരിൻ്റെ നല്ല ഗോൾഡൻ കളറിൽ സൂര്യനെ കുതിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നാട്ടിൽ കാണാത്ത കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കണ്ട്. പിന്നെ ഒരു 10-20 മിനിറ്റിനകം തന്നെ നമ്മൾ നാഗസാന്ദ്ര സ്റ്റേഷനിലെത്തി. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെയുള്ള കാര്യം, ഇവിടെ ദുബായിലെ പോലെ കാർഡ് ഫെസിലിറ്റി അല്ല, കോയിൻ ഫെസിലിറ്റി. അത് വിട്ട് നമ്മൾ എക്സിറ്റിലേക്ക് വന്ന്. രാവിലെ തന്നെ ആണെന്നുണ്ട് ആൾക്കാരൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നാഗസാന്ദ്ര മെട്രോ സ്റ്റേഷൻ്റെ റോഡ് എന്നുള്ള എൻട്രൻസ്. അങ്ങനെ ഗൈസ് നമ്മളെ കാറ് കൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെ കാർ ഇവിടെ എങ്ങനെ എത്തിയത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഇവിടെ എത്തിയത് എൻ്റെ അളിയൻ. അവൻ NTTF പഠിച്ച് പ്ലേസ്മെൻറ്റ് ബാംഗ്ലൂരാണ് കിട്ടിയത്. അപ്പോൾ അവനും ഫ്രണ്ട്സൊക്കെ കൂടി ഫസ്റ്റ് ടൈം വരുന്നുണ്ട്. ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് ഈ കാറുമായിട്ടാണ് വന്നത്. അങ്ങനെ കാർ കൊടുത്ത് നമ്മൾ ബാംഗ്ലൂർ അധികം കറങ്ങാൻ പറ്റില്ല, നേരെ മൈസൂരിലേക്ക് വന്ന്. അങ്ങനെ 2 മണിക്കൂറിനുള്ളിൽ തന്നെ മൈസൂരിലെത്തി. മൈസൂരിൽ നമ്മൾ സൂലാണ് വന്നത്. അപ്പോൾ സൂല കാഴ്ചകൾ ഞാൻ കാണിച്ചു തരട്ടെ. കമാൺ, കുറയൊന്നുമില്ല, കുറച്ച്. പിന്നെ അവിടെ വെള്ള മയിലുണ്ടായിരുന്നു, ഒരു കൊക്കുണ്ടായിരുന്നു, വേറെ തരം കൊക്കുണ്ടായിരുന്നു, ഫെസൻ്റ് ഉണ്ടായിരുന്നു, മക്കാവ് ഉണ്ടായിരുന്നു, ലെപ്പേർഡ് ഉണ്ടായിരുന്നു, ടൈഗർ ഉണ്ടായിരുന്നു, ലയൺ ഉണ്ടായിരുന്നു, ഫീമെയിൽ ലയൺ, ഗൊറില്ല, റൈനോ, കാട്ടി, ആന, പിന്നെ കുറേ പക്ഷികളും. സൂവും കണ്ട് പുറത്തിറങ്ങുമ്പോഴേക്ക് തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൈസൂർ റൂം എടുത്ത് പിറ്റേന്ന് രാവിലെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പിന്നെ മക്കളെ മൈസൂർ വിട്ട് മടിക്കേരിയിലെത്തുമ്പോൾ ക്ലൈമറ്റിൻ്റെ സ്വഭാവം മാറി. ഫുൾ കോടമഞ്ഞനായിട്ട് സൂപ്പറായിരുന്നു. അങ്ങനെ ഓടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൂർഗ് ഗേറ്റിലെത്തി. അവിടെ നിന്ന് നല്ല മട്ടൺ സ്റ്റൂവും ഇടിയപ്പവും നെയ്പ്പത്തിലും പൂരിയെല്ലാം കഴിച്ചു. സൂപ്പറായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇലക്ഷൻ ഡേ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നാട്ടിലെത്തണം. ഇപ്പോൾ ഗൈസ് എൻ്റെ യാത്രാ വ്ളോഗ് ബോറായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. ബട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ഫുൾ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ നന്നാക്കും. ഓക്കെ, ബൈ.